പുകയിലയിൽ നിന്നും രൂപം കൊള്ളുന്ന സിഗരറ്റ് കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് അങ്ങനെ നിരവധി വിഷപദാർത്ഥങ്ങളുടെ ഒരു കലവറയാണ്. സിഗരറ്റ് കത്തിക്കഴിഞ്ഞാൽ നൂറുകണക്കിന് വിഷപദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. അവയിൽ മിക്കവയും ക്യാൻസർ ജന്യമായവയാണ്. നിക്കോട്ടിൻ പുകയിലയിലെ അഡിക്ഷൻ അഥവാ വിധേയത്വമുണ്ടാക്കുന്ന ഘടകമാണ്. ഹൃദ്രോഗങ്ങൾ, സ്ട്രോക്ക്, ശ്വാസകോശ ക്യാൻസർ അങ്ങനെ നീളുന്നു പുകയിലയുടെ ദുരന്തങ്ങൾ. രക്തത്തിലൂടെ അഡ്രീനൽ ഗ്രന്ഥിയിലെത്തുന്ന നിക്കോട്ടിൻ എപ്പിനെഫ്രിൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനം കൂട്ടുകയും അതുവഴി രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യുന്നു. രക്തക്കുഴലുകളുടെ ആന്തരഭിത്തിയെ നശിപ്പിക്കാൻ പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾക്ക് കഴിയും. ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി പ്ലാക്ക് എന്ന രക്തക്കട്ട രൂപപ്പെടുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലീറോസിസ്. ഇങ്ങനെ രക്തക്കട്ടകൾ രൂപം കൊള്ളുന്നത് ഹൃദയധമനികളായ കൊറോണറികളിലാണെങ്കിൽ ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. പ്ലേറ്റ്ലെറ്റുകളെയും ചുവന്ന രക്തകോശങ്ങളിലെ ഹീമോഗ്ലോബിനെയും പുകവലി ദോഷകരമായി ബാധിക്കും. പെരിഫറൽ വാസ്കുലാർ രോഗങ്ങൾ ഉണ്ടാകുന്നതിൽ പുകവലി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൈകാലുകളിലേക്കുള്ള ധമനികൾ പുകവലി മൂലം ഇടുങ്ങുകയോ തടസ്സപ്പെടുകയോ ചെയ്യാം. ഇതുമൂലം കൈകാലുകളിൽ വേദന, മരവിപ്പ് തുടങ്ങിയവ അനുഭവപ്പെടുന്നു. ശ്വാസകോശത്തിന്റെ വായു അറകളായ ആൽവിയോളസുകളിൽ വീക്കവും അധിക കഫം അടിഞ്ഞുകൂടുന്നതിനും പുകവലി കാരണമാകുന്നു. ഇങ്ങനെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നു. പുകവലിക്കുമ്പോൾ രൂപപ്പെടുന്ന കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന സ്ഥിര സംയുക്തം ഉണ്ടാകുന്നു. ഹീമോഗ്ലോബിൻ നഷ്ടപ്പെടുന്നതിനാൽ ശരീരത്തിന്റെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് സംവഹന ശേഷി കുറയുകയും ക്ഷീണം, തലകറക്കം, ശ്വാസമുട്ടൽ, ഹൃദയമിടിപ്പിലെ വ്യതിയാനം എന്നിവയും ഉണ്ടാകുന്നു. ശ്വാസകോശ കുഴലുകളായ ബ്രോങ്കിയൽ ട്യൂബുകളിൽ കഫം നിറഞ്ഞ് ശ്വാസ തടസ്സമുണ്ടാകുന്നു. ബ്രോങ്കൈറ്റിസ് ഇങ്ങനെ കുഴലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കടുത്ത ചുമ അനുഭവപ്പെടുന്ന എംഫിസിമ പുകവലി മൂലം ഉണ്ടാകുന്നു. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് വാഹകരായ ഹീമോഗ്ലോബിൻ തന്മാത്രകളുടെ നശീകരണം പുകവലി മൂലം ഉണ്ടാകുന്നു. ശ്വാസകോശത്തിന്റെ ഉൾഭിത്തികളിലെ സീലിയകൾ പ്രവർത്തനരഹിതമാകുന്നതിനാൽ ശക്തമായ ചുമ അനുഭവപ്പെടുന്നു. ഇങ്ങനെ പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളെ ചേർത്ത് പൊതുവായി COPD എന്ന് പറയുന്നു. ഇവയിൽ നിന്നുമുള്ള രക്ഷ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന കാർസിനോജനുകൾ ശ്വാസകോശം, വായ, തൊണ്ട, അന്നനാളം, വൃക്ക, ആമാശയം, ഗർഭപാത്രം തുടങ്ങി ശരീരത്തിലെ മിക്ക ഭാഗങ്ങളിലും ക്യാൻസറിന് കാരണമാകുന്നു. ഹൈഡ്രജൻ സയനൈഡ്, ഫോർമാൽഡിഹൈഡ് തുടങ്ങിയ കാർസിനോജനുകൾ ഇതിന് കാരണക്കാരാണ്. ശ്വാസകോശ അർബുദങ്ങളുടെ 80% പുകവലി മൂലം ഉണ്ടാകുന്നതാണ്.